ഇന്നലെ മുതലേ ഒരു ചെറിയ പനി കേട്ടോ. രാത്രി മുതലാണ് തുടങ്ങിയത്. വീട്ടിൽ വേറെ ആർക്കും പനിയില്ല. എനിക്ക് പനി എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. ഇപ്പോൾ പനിയുടെ സീസണാണല്ലോ, എൻ്റെ കാറ്റടിച്ചാലും മതി. വീട്ടിൽ രാവിലത്തെ ഒരു കാര്യവും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒരു ബോധവും ഇല്ലായിരുന്നു. ജലദോഷമാണ് സഹിക്കാൻ പറ്റാത്തത്. മോളെ രാവിലെ സ്കൂളിൽ വിട്ടതൊക്കെ ഹസ്ബൻഡ് തന്നെയാണ്. കടയിൽ നിന്ന് റെഡിമെയ്ഡ് ദോശമാവൊക്കെ വാങ്ങിയിട്ട് വന്ന് രാവിലെ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി ആളെ പറഞ്ഞു വിട്ടു. അതിൻ്റെ അടയാളം സിങ്കിൽ കിടന്നതാണ്. ഒത്തിരി തല പൊങ്ങിയപ്പോൾ ഞാൻ പോയി അടുക്കളയിൽ കയറി പാത്രം കഴുകില്ല. വെള്ളം തൊടാനൊന്നും വയ്യ, നല്ല തണുപ്പ്. ഉള്ളിനാ ഒരു കിടുവലുമില്ല. ഇന്നൊന്നും വെക്കാനൊന്നും വയ്യ കേട്ടോ. അതിനിടയിൽ മോൻ ഒരിക്കലും ഇല്ലാതെ എനിക്ക് പനി വന്നപ്പോൾ പിന്നെ എൻ്റെ അടുത്തുനിന്ന് മാറണതുമില്ല. പാത്രങ്ങളെല്ലാം കഴുകി തീർന്നതിന് ശേഷം കുറച്ച് തുണി വിരിക്കാനുണ്ട്. അതും വിരിച്ചതിന് ശേഷം പോയി കിടക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തുണിയെല്ലാം ഉണങ്ങി കിട്ടും. പിന്നെ പൊടിയരി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊടിയരി വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് അതിനെ കഞ്ഞി വെക്കാമെന്നുള്ളതിൽ അങ്ങനെ ഇരിക്കുന്നു. പൊടിയരി ഞാൻ കുക്കറിൽ വയ്ക്കുന്നത് പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അടുപ്പും വൃത്തികേടാവില്ല, കുക്കറും വൃത്തികേടാവില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഒരിക്കലെങ്കിലും നിങ്ങളങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. പോയി കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പൊടിയരിയും കൊണ്ട് വന്നു. പിന്നെ അത് പൊട്ടിച്ച് കുറച്ചെടുത്ത് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മാത്രം. വൈകുന്നേരം പൊടിയരി കഞ്ഞി ഇരിക്കും തോറും തേങ്ങാപ്പാൽ ഒഴിക്കണമല്ലോ, ഇരിക്കും തോറും കുറയിപ്പോവും. അതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ മാത്രത്തിന് ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അരി കഴുകി ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീലിൻ്റെ ചരുവം എടുക്കണം. അത് നമ്മുടെ വീട്ടിലുള്ള കുക്കറിൻ്റെന്ന് ചെറുതായിരിക്കണം, കുക്കറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നതുമായിരിക്കണം. ആ ടൈപ്പിലുള്ള ചരുവം എടുത്തതിന് ശേഷം അതിൽ ഈ അരി കഴുകി ഊറ്റി ഇട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമുക്കത് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കഴുകി ഊറ്റിയ അരിയിൽ ആവശ്യത്തിനുള്ള വെള്ളം, ചിലർക്ക് ഒരുപാട് വേവണം, ചിലർക്ക് കല്ല് പോലെ ഇരിക്കണം. നമ്മുടെ വേവിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിന് ആവശ്യമുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കറിനകത്തോട്ട് വയ്ക്കാം. ഇവിടെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതാകുമ്പോൾ വൃത്തികേടില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് കുക്കറിൽ വിസിൽ വരുമ്പോഴത്തേക്ക് ഒരു അംശം ചോറ് പോലും, ഒത്തിരി വേസ്റ്റ് പോലും നമ്മളെ കുക്കറിൻ്റെ പുറത്താവുകയോ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്താവുകയോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സ്റ്റീൽ ചരുവ ഇരിക്കാൻ പാകത്തിനുള്ള കുക്കറിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ 5 കിലോയുടെ കുക്കറാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ 2 സൈസ് കുക്കറുണ്ട്. ചരുവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ആ കുക്കറിനകത്തിരിക്കുന്ന സൈസിലുള്ള ചരുവ എടുത്തിട്ടാണ് കുക്കറിനകത്തോട്ട് വയ്ക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരു 1/4 ഭാഗം വെള്ളം ഒഴിക്കണം. മുങ്ങി നിൽക്കുന്ന ഒഴിച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റീൽ ചരുവം, അരി എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റീൽ ചരുവം അതിനകത്ത് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് നമുക്ക് എത്ര വിസിൽ കേൾക്കണമോ അത്രയും വിസിൽ നമുക്ക് കേൾക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ 6-7 വിസിൽ കേൾക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിൽ വിസിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര നീറ്റായിട്ടാണ് കുക്കറൊന്ന് വിസിൽ വരണമെന്നുള്ളത്. ഗ്യാസിൻ്റെ പുറമോ കുക്കറിനകത്ത് ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ വിസിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ വിസിൽ വരുന്നുണ്ടോ? നമ്മുടെ വൃത്തികേടില്ലാത്ത രീതിയിൽ കണ്ടോ? ചില വിസിൽ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് തിറയ്ക്കും. അതിൻ്റെ പുറവശം കണ്ടോ? നല്ല നീറ്റായിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. തുറന്ന് കാണിച്ചു തരാം. എന്താ ഇത്രയും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിൽ പിടിക്കുക, മൂട്ട് പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പിന്നെ കംപ്ലീറ്റ് മാറ്റി കാണിച്ചു തരാം. പിന്നെ ഈ സ്റ്റീൽ ചരുവത്തുനിന്ന് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി ഇത്രയും സ്പേസിൽ ഒഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ വലിയ കുക്കറിലോട്ട് നമ്മൾ എങ്ങനെയാണോ വെച്ചാൽ ആ വലിയ കുക്കർ വൃത്തിയാക്കി എടുത്ത് അതിനകത്തോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് എത്ര അളവിന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇതാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ തേങ്ങാപ്പാൽ തോനെ ഒഴിക്കണം. 1-ാം പാലും 2-ാം പാലും മാത്രമേ ഒഴിക്കാറുള്ളൂ. ബാക്കിയുള്ളതൊന്നും എടുക്കാൻ സമ്മതിക്കാറില്ല. കശർപ്പ് ചെവ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അപ്പോൾ പിന്നെ ഇതിനോടുകൊണ്ട് മോൻ കഞ്ഞിതാന്ന് പറയുന്നുണ്ട്. വല്ലപ്പോഴും ഒരിക്കലാകുമ്പോൾ മോനും കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ജസ്റ്റ് തേങ്ങാപ്പാലൊഴിച്ച് ജസ്റ്റ് തിളപ്പിച്ച് ചൂടാറുന്ന മുമ്പേ കൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ട് ചെന്ന് ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ ആളെനിക്ക് തരുന്നില്ല. പിന്നെ എടുത്തോട്ടാത്തങ്ങൾക്ക് ചോദിച്ച് കുറച്ച് കാല് പിടിച്ചിട്ടാണ് എടുത്തത്. അങ്ങനെ കുടിച്ചൊരു ഗുളിയൊക്കെ കഴിച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ. വെളുത്തുള്ളി അച്ചാർ ഞാൻ തന്നെ ഇവിടെ ഇട്ടതാണേ. എൻ്റെ മക്കൾക്ക് ഞാൻ അച്ചാർ ഒത്തിരി ഇഷ്ടമാണ്. തീർന്നു, കുറച്ചുകൂടി ഉണ്ടാവുള്ളൂ. വെളുത്തുള്ളി അച്ചാറും പൊടിയരി കഞ്ഞിയും ഇന്നത്തെ വിശേഷത്തിലൊക്കെ ഉള്ളൂ. പനിയുള്ള ദിവസങ്ങളിലേക്ക് അങ്ങ് പോകും.